നമസ്കാരം. ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസം ഒരു തരത്തിലും വൈകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ എന്തു പരാതിയും കേൾക്കാൻ സർക്കാർ ഒരുക്കം. വീട് എല്ലാവർക്കും ലഭ്യമാക്കും. ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടം ഉടൻ തുടങ്ങുമെന്നും മന്ത്രി. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ. കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും സംരക്ഷണം ഉറപ്പാക്കേണ്ട സർക്കാർ സാമൂഹിക വിപത്തിന് പിറകെ. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോഴും സർക്കാർ സ്വീകരിക്കുന്നത് നിഷ്ക്രിയ സമീപനമെന്നും ബിഷപ്പ്. മലമ്പുഴ കവയിൽ വീണ്ടും പുള്ളിപ്പുലി. പുലിയെ കണ്ടത് കോഴിയാമല ഭാഗത്ത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട് നല്ലേപ്പിള്ളിയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. നാടകങ്ങളുടെ ആഗോള വിസ്മയം ഏറ്റുവാങ്ങാൻ ഒരുങ്ങി സാംസ്കാരിക നഗരി. 15ാമത് അന്താരാഷ്ട്ര ഇറ്റ്ഫോക് നാടകോത്സവം തൃശൂരിൽ നാളെ തുടങ്ങും. വേദി സംഗീത നാടക അക്കാദമിയും രാമനിലയം ക്യാമ്പസ്. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ഒരു തരത്തിലും വൈകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2.5 മാസക്കാലത്തെ കോടതി വഴികൾ ഒഴിച്ചാൽ വേറെ ഒരു തരത്തിലുള്ള വൈകലും സംഭവിച്ചിട്ടില്ല. ദുരന്തബാധിതർക്ക് എന്ത് പരാതിയുണ്ടെങ്കിലും കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. അഭിപ്രായം പറയാനുള്ള സൗകര്യമൊരുക്കും. സമരം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യപരമാണ്. സമരം ചെയ്യുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരില്ല. വിഷയത്തിൽ കൃത്യമായ നിലപാട് സർക്കാരിനുണ്ട്. നെടുമ്പാല എസ്റ്റേറ്റിൽ പോകുന്നുണ്ടെങ്കിൽ 10 സെന്റ് ഭൂമി, എലസ്ട്രോൺ എസ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ 5 സെന്റ് ഭൂമി എന്നത് കട്ടായമായി നിശ്ചയിച്ചതല്ല. ഭൂമിയുടെ ലഭ്യത അനുസരിച്ചാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. പരമാവധി ഭൂമി കൊടുക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകരുത്. 2025-2026 വർഷത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി വീടുകൾ കൈമാറാനാണ് സർക്കാരിന്റെ തീരുമാനം. സമരം നടത്താനുള്ള എല്ലാവരുടെയും അവകാശത്തെ ഗവൺമെന്റ് ജനാധിപത്യപരമായി ചോദ്യം ചെയ്യുകയോ മറ്റേതെങ്കിലും വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല. കൃത്യമാണ് സർക്കാരിൻ്റെ നിലപാട്. പിന്നെ അവിടെ നെടുമ്പാല എസ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 10 സെന്റ് ഭൂമി, എലസ്ട്രോൺ എസ്റ്റേറ്റിലാണെങ്കിൽ 5 സെന്റ് ഭൂമി എന്നുള്ളതൊരു കട്ടായമായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചതല്ല. ഭൂമിയുടെ ലഭ്യത അനുസരിച്ചാണ് ആ കാര്യങ്ങൾ എടുക്കുക. ഭൂമിയുടെ കറവ്, ഭൂമിയിൽ എത്ര ദൂരം ഓരോ എസ്റ്റേറ്റിലും എടുക്കാൻ വേണ്ടി കഴിയും, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ സാധാരണ നിലയിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ പരമാവധി ഭൂമി അക്കാര്യത്തിൽ കൊടുക്കണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. ഏതെങ്കിലും വിധത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്കല്ല പോകുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ സർക്കാർ 2025 തന്നെ ദുരന്തബാധിതർക്ക് 2025-26 എന്ന സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വീട് കൈമാറും എന്ന് ഗവർണർ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ആ നടപടിക്രമങ്ങളുമായി കൃത്യമായി മുന്നോട്ട് പോകും. കേന്ദ്രം കേരളത്തെ ഒരു വിധത്തിലും ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നില്ല എന്ന ഗുരുതരമായ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് മുമ്പിലുള്ളത്. കേരളം അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. ആരോടും തർക്കവും ആരോടും തകരാറുമില്ല. വീട് ലഭ്യമാകേണ്ട എല്ലാവർക്കും വീട് തന്നെ ലഭ്യമാകും. ആരോടും തർക്കമോ തകരാറോ ഇല്ല. വീട് എല്ലാവർക്കും ലഭ്യമാകും. വീടിന്റെ എണ്ണം സർക്കാർ ഒരു സ്ഥലത്തും അന്തിമപ്പെടുത്തിയിട്ടില്ല. 242 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചതിൽ ഒരു പരാതിയും വന്നിട്ടില്ലെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടം 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. ഏത് കാറ്റഗറിയിൽ ആരാണ് പെടാത്തത് എന്ന് പറഞ്ഞാൽ പരിശോധിച്ച് ഉൾപ്പെടുത്തും. ദുരന്തബാധിതർക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ വരണം. ആ പരാതികൾ എത്ര നേരം വേണമെങ്കിലും കേൾക്കാൻ തയ്യാറാണെന്നും കേരളം എല്ലാവരെയും ഉൾക്കൊള്ളുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോഴും സർക്കാർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും ബിഷപ്പ് പാലക്കാട്ട് വിമർശിച്ചു. സംസ്ഥാനത്ത് പെരുകുന്ന വന്യജീവി ആക്രമണം സംബന്ധിച്ചും എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഉയർത്തിയത്. ജനങ്ങൾക്കും കൃഷിക്കും സംരക്ഷണമൊരുക്കണം. സർക്കാർ അല്ലാതെ ആരാണ് ഇത് ചെയ്യുകയെന്ന് ബിഷപ്പ് ചോദിച്ചു. വന്യമൃഗശല്യത്തിന് പരിഹാരം നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യമാണ്.
എന്തുകൊണ്ട് ഇത് ഫലപ്രദമാകുന്നില്ലെന്ന് ജനങ്ങൾ പരിശോധിക്കണം. സംസാരിച്ചതാണ്. മാത്രമല്ല, നിങ്ങളുടെ ഈ പാലക്കാട് രൂപതയുടെ പാസ്റ്ററൽ കൗൺസില് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് കൂടിയിരുന്നു. ആ പാസ്റ്ററൽ കൗൺസിലിലും ഒരു സംസാരവും പ്രമേയവും അവതരിപ്പിക്കുകയുണ്ടായി. ഇത് ഒരു ആര് എത്ര നയപരമായ തീരുമാനമാണ് എടുക്കുന്നത് പറഞ്ഞാൽ ഇതൊരു സാമൂഹ്യ വിപത്ത് തന്നെ. പാലക്കാടിൻ്റെ പ്രത്യേകത ഒരു വരണ്ട് ഉണങ്ങിയ ഒരു പ്രദേശം, കാലാവസ്ഥയുടെ പ്രശ്നം, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെ. പക്ഷെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം കേരളത്തെ ഒരു മധ്യ സംസ്ഥാനമായിട്ട് മാറ്റുന്ന ഒരു രീതി. നമുക്ക് സാമ്പത്തികമായ ഉറവിടങ്ങൾ വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നത് അത് എത്ര ഒരു പറ്റിയ മാർഗമാണെന്ന് കരുതുന്നില്ല. അപ്പോൾ ഈ ഒരു മദ്യനിർമ്മാണശാല അതൊരു ഉചിതമായ തീരുമാനമല്ല. ഒരു തലമുറയെ മുഴുവനും നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമാണ്. എലപ്പുള്ളി ബ്രൂവറി കുടുംബങ്ങളെ ശിഥിലമാക്കുന്നതാണ്. കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും സംരക്ഷണം ഉറപ്പാക്കേണ്ട സർക്കാരാണ് മദ്യക്കമ്പനി സ്ഥാപിക്കുന്നത്. വരുമാനം കുറഞ്ഞാൽ മദ്യത്തിന് പിന്നാലെ പോകുന്നത് സർക്കാരുകൾക്ക് ചേർന്നതല്ല. ബ്രൂവറികൾ സാമൂഹിക വിപത്താണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ കവയിൽ വീണ്ടും പുള്ളിപ്പുലിയുടെ സാന്നിധ്യം. ഇന്ന് രാവിലെ 11:30 കോഴിയാമല ഭാഗത്ത് വെച്ചാണ് പുലിയെ കണ്ടത്. റോഡ് മുറിച്ചു കിടന്ന് പുള്ളിപ്പുലി കൊമ്പനാള ഭാഗത്തേക്കാണ് പോയത്. ബൈക്ക് യാത്രികർ ഈ പ്രദേശത്തു കൂടി അതീവ ജാഗ്രതയോടെ യാത്ര ചെയ്യണമെന്നും ഒറ്റയ്ക്കുള്ള കാൽനട യാത്ര ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. പാലക്കാട് നല്ലേപ്പിള്ളിയിലെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വൻ അഗ്നിബാധ. നല്ലേപ്പിള്ളി വാരിയത്ത് ചെള്ളയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 3:30 സംഭവം. ചിറ്റൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘമെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഒറ്റപ്പാലം ഏരിയ പ്രചരണ ജാഥയുടെ 2ാം ദിന പര്യടനം പത്തിരിപ്പാലയിൽ സമാപിച്ചു. അമ്പലപ്പാറ, മണ്ണൂർ പഞ്ചായത്തുകളിൽ ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് നയിക്കുന്ന ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് മണ്ണൂർ പഞ്ചായത്തിൽ ഒരുക്കിയത്. CPM മണ്ണൂർ ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ജാഥ ക്യാപ്റ്റനെ വരവേറ്റു. നിരവധി പേർ ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി. മണ്ണൂരിലും കൊട്ടക്കുന്നിലും സ്വീകരണം ഒരുക്കിയിരുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കൊട്ടക്കുന്നിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് പ്രചരണ ജാഥയെ ആനയിച്ചത്. യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ S. കൃഷ്ണദാസ് സമരത്തെക്കുറിച്ച് വിശദീകരിച്ചു. അവഗണിക്കുന്നു എന്നതാണ് നമ്മൾ ഈ ജാഥയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആ രൂപത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയത് കേരളത്തിലെ അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരല്ല. ഈ കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന 1957 ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ ബില്ലാണ്. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, TR ശശി, സുരേന്ദ്രൻ, സൈതലവി, വിപിൻ കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മണ്ണൂർ കാവ് മൈതാനിയിലായിരുന്നു വരവേൽപ്പ്. വാദ്യമേളങ്ങളോടെ ജാഥയെ കാവ് മൈതാനിയിലേക്ക് വരവേറ്റു. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മോഹനൻ, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. രാത്രി പത്തിരിപ്പാലയിൽ നടന്ന സമാപന യോഗം ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. പേരൂർ ലോക്കൽ സെക്രട്ടറി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ K. സുരേഷ്, മാനേജർ U. രാജഗോപാൽ, S. അജയകുമാർ, M. ഹംസ, C. അബ്ദുൽ ഖാദർ, K. ഗംഗാധരൻ, K. ഭാസ്കരൻ, KP സുധീർ, M. സുരേന്ദ്രൻ, K. ജാനകിദേവി, ശോഭന രാജേന്ദ്രപ്രസാദ്, MM സീനത്ത്, C. രാഗേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളി കിണാവല്ലൂർ ALP സ്കൂളിൽ ലഹരി വിരുദ്ധ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രേണുകാദേവി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ഭാഗമായി
വായനശാലകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പറളി എക്സൈസും പാലക്കാട് താലൂക്ക് ലൈബ്രറിയും കിണാവല്ലൂർ രാജൻ ബാബു മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സംയുക്തമായി കിണാവല്ലൂർ ALP സ്കൂളിൽ ലഹരിവിരുദ്ധ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രേണുകാദേവി ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ പ്രതിനിധി രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. RBMR ലൈബ്രറി പ്രസിഡന്റ് PC ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S. സനൽ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ S. മൻസൂർ അലി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ KN ആനന്ദ് ജി, PS ദിനേശ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KN ചന്ദ്രൻ, സുദർശനൻ, കിണാവല്ലൂർ വായനശാല ലൈബ്രറിയൻ NP വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പുതുശ്ശേരി വടക്കേത്തറ പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കുമ്മാട്ടി ഉത്സവം ആഘോഷിച്ചു. കുമ്മാട്ടികളുടെ കൂടിയാർപ്പ് ആവേശമായി. കുമ്മാട്ടി ഉത്സവത്തോടനുബന്ധിച്ച് രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, അഭിഷേകം, വിശേഷ പൂജകൾ എന്നിവ നടന്നു. സമൂഹാർച്ചനയുമുണ്ടായി. ക്ഷേത്രത്തിൽ തലകൂടൽ, കൂടിയാർപ്പ് തുടങ്ങിയ ചടങ്ങുകളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം വയലുകുളത്തിനരികിൽ പുതുശ്ശേരി വേക്കുറിശി ഭഗവതിയുടെയും വടക്കേത്തറ പുതുക്കുളങ്ങര ഭഗവതിയുടെയും കുമ്മാട്ടികൾ തമ്മിൽ കൂടിയാർപ്പ് നടന്നു. വൈകിട്ട് ആന, വാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ പൊന്നെഴുന്നള്ളത്തുണ്ടായി. ഇരുപത്തിനാലിനാണ് ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വെടിയുത്സവം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിനെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് സാംസ്കാരിക നഗരി. കേരള സംഗീത നാടക അക്കാദമിക്കൊപ്പം തൃശൂർ രാമനിലയം ക്യാമ്പസും ഇറ്റ്ഫോക്കിന്റെ വേദിയാകും. ഞായറാഴ്ച മന്ത്രി സജി ചെറിയാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. നടൻ നാസർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വ്യത്യസ്ത പ്രമേയങ്ങളോടെ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി നാടകങ്ങളാണ് അരങ്ങിൽ എത്തുക. എട്ട് ദിനരാത്രങ്ങൾ, 15 നാടകങ്ങൾ, 3 വേദികൾ, 34 പ്രദർശനങ്ങൾ, പാനൽ ചർച്ചകളും രാജ്യാന്തര ഇന്ത്യൻ നാടക പ്രവർത്തകരുടെ സംവാദ സദസ്സും സംഗീത നൃത്തനിശയും എല്ലാം കൊണ്ടും തൃശൂർ അഭിനയകലയുടെ വേഷപ്പകർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ഈജിപ്റ്റ്, റഷ്യ, ഹംഗറി, ഇറാഖ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് ഇത്തവണ അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ വിദേശ നാടകങ്ങളുമായി എത്തുന്നത്. പ്രതിരോധത്തിൻ്റെ സംസ്കാരങ്ങൾ എന്നതാണ് ഇത്തവണത്തെ ഫെസ്റ്റിവലിൻ്റെ പ്രമേയം. കേരള സംഗീത നാടക അക്കാദമിക്കൊപ്പം രാമനിലയം ക്യാമ്പസും ഇറ്റ്ഫോക്കിൻ്റെ വേദിയാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ പരുത്തിപ്ര ഗവൺമെന്റ് UP സ്കൂൾ 67ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ B.Ed 2ാം റാങ്കോടുകൂടി യൂണിവേഴ്സിറ്റി സെക്കൻഡ് ടോപ്പറായിട്ട് B.Ed പാസ്സായ ഒരു അധ്യാപകനാണ്. പക്ഷെ ഞാൻ ആ പണിക്ക് പോകാത്തത്, കേരളത്തിലെല്ലാവരും ധാരാളം ആളുകൾ ഒരു പണി കിട്ടിയില്ലെങ്കിൽ പോകുന്ന ഒരു പണി കൂടിയാണ് അധ്യാപക ജോലി. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഒരു ജോലിയല്ല അത്
എന്ന് ബോധ്യമുള്ള അധ്യാപകരുടെ എണ്ണം കുറഞ്ഞു വരികയും ജീവിക്കാനുള്ള ജോലി മാത്രമായി അതിനെ കാണുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയും ചെയ്തതുകൊണ്ടാണ് ഈ തലമുറയെ ഏറ്റവും ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ കൈകാര്യം ചെയ്ത ആളുകൾ ഏറ്റവും കൂടുതൽ സ്കൂളിലെ ഉമ്മയും വാപ്പയും പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു കുട്ടി അതേ കാര്യം സ്കൂളിലെ മാഷോ ടീച്ചറോ പറഞ്ഞാൽ അനുസരിക്കും. നിങ്ങൾ പറഞ്ഞ മാതിരിയല്ല, എൻ്റെ മാഷ് ഇങ്ങനെ പറഞ്ഞേക്കണ് എന്നാണ് പറയാം, അല്ലെങ്കിൽ എൻ്റെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞേക്കണ്. അത്രമാത്രം കുട്ടികൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് അധ്യാപക സമൂഹം. അതുകൊണ്ട് ആ പണി വെറും ഒരു ജീവിതമാർഗമായി ചെയ്യേണ്ടതല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്, അത്രമാത്രം വളരെ ഉദാത്തമായതും ഉത്തരവാദിത്തമുള്ളതുമായ ഒരു ജോലിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടാതെ സോപാന സംഗീതത്തിനായിട്ട് മാറിയത്. സ്കൂൾ PTA പ്രസിഡന്റ് വി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഗീത ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 26 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ചാന്ദിനി ടീച്ചർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. വിദ്യാലയത്തിന്റെ സ്നേഹോപഹാരം കൗൺസിലർ ഷൊർണൂർ വിജയൻ ടീച്ചർക്ക് സമ്മാനിച്ചു. ചാന്ദിനി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. MPTA പ്രസിഡന്റ് അമ്പിളി, GUP സ്കൂൾ സ്റ്റാഫ് പ്രതിനിധി റിനി, വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. ഷെരീഫ് നന്ദി പറഞ്ഞു. വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. നെടുമ്പുര മുണ്ടവൈദ്യർ മെമ്മോറിയൽ LP സ്കൂൾ 67ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നെടുമ്പുരയിലെ ഒരു പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമാണ് നെടുമ്പുര സ്കൂൾ. ഈ സ്കൂളിൻ്റെ 67ാമത് വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ സ്കൂളിൽ 67 വർഷം മുമ്പ് പഠിച്ചവരും അവരുടെ മക്കളും മക്കളുടെ മക്കളെല്ലാം തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം LP വരെ 4ാം ക്ലാസ് വരെ കിട്ടിയത് ഈ സ്ഥാപനത്തിൽ നിന്നായിരിക്കും. അതാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുട്ടികളാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം നേടിയതിൻ്റെ ഭാഗമായി അവരുടെ വലിയ വലിയ കഴിവുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ വാർഡ് മെമ്പർ MN വിനീഷ് അധ്യക്ഷത വഹിച്ചു. SRG കൺവീനർ ജൂബി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാഗസിൻ പ്രകാശനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കൂനിയിൽ നിർവഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ് എൻഡോമെന്റ് വിതരണം ചെയ്തു. വായനശാല പ്രസിഡന്റ് സോമസുന്ദരൻ, PTA പ്രസിഡന്റ് PK രമ്യ, റിട്ടയർഡ് പ്രധാനാധ്യാപകരായ CA രാജാമണി, PK യശോധരാദേവി, PB സുമ, S വനജ, MPTA പ്രസിഡന്റ് KM സുഹറ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ BR രാജീവ് സമ്മാനദാനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക അജിത സ്വാഗതവും അധ്യാപകൻ KM മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 21ാം വാർഷികം ആഘോഷിച്ചു. പാലക്കാട് RTO CU മുജീബ് ഉദ്ഘാടനം ചെയ്തു. പല വീടുകളും അറിഞ്ഞു വെക്കുന്നത് കാരണം കുട്ടികളൊക്കെ അവിടെയാണ്, കുട്ടികളും മറ്റുള്ളവരും അവിടെ ഇപ്പം മരണപ്പെട്ടവരടക്കം അവിടെ മറ്റേ ഓൺലൈനിലാണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു പ്രത്യേക രംഗത്തിലേക്ക് വരുന്ന ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക്, വിദ്യാർത്ഥിനികൾക്ക്, പൊതുസമൂഹത്തിനൊക്കെ ഒരു വലിയ റോള് നമുക്കിതിൽ വഹിക്കാനുണ്ട്. അത്തരം റോളിലുള്ള ഒരു മാറ്റങ്ങൾക്കുള്ള ചിന്താഗതി നമ്മൾ തുടങ്ങട്ടെ. ഉദ്ഘാടന സദസ്സിൽ സ്കൂൾ ചെയർമാൻ KM രമേശ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലീഡർ B അതുൽ സ്വാഗതം പറഞ്ഞു. ദേശീയ വടംവലി പരിശീലകൻ ടെലിൻ തമ്പി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി ഭദ്രദീപം തെളിയിച്ചു. എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂൾ ട്രഷറർ AK വാസുദേവൻ സമ്മാനദാനം നിർവഹിച്ചു. മങ്കര പോലീസ് സ്റ്റേഷൻ SI A പ്രഭാത്, പഞ്ചായത്ത് അംഗം MC സതീഷ്, ചെമ്പകവല്ലി, PTA പ്രസിഡന്റ് വിദ്യ, ഹെഡ്മിസ്ട്രസ് M സൗമ്യ, സ്റ്റാഫ് സെക്രട്ടറി K മിനി, സ്കൂൾ സെക്രട്ടറി KC ഇന്ദ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും.
വയനാട് പുനരധിവാസം ഒരു തരത്തിലും വൈകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ എന്തു പരാതിയും കേൾക്കാൻ സർക്കാർ ഒരുക്കം. വീട് എല്ലാവർക്കും ലഭ്യമാക്കും. ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ 2ാം ഘട്ടം ഉടൻ തുടങ്ങുമെന്നും മന്ത്രി. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ. കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും സംരക്ഷണം ഉറപ്പാക്കേണ്ട സർക്കാർ സാമൂഹിക വിപത്തിന് പിറകെ. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോഴും സർക്കാർ സ്വീകരിക്കുന്നത് നിഷ്ക്രിയ സമീപനമെന്നും ബിഷപ്പ്. മലമ്പുഴ കവയിൽ വീണ്ടും പുള്ളിപ്പുലി. പുലിയെ കണ്ടത് കോഴിയാമല ഭാഗത്ത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട് നല്ലേപ്പിള്ളിയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. നാടകങ്ങളുടെ ആഗോള വിസ്മയം ഏറ്റുവാങ്ങാൻ ഒരുങ്ങി സാംസ്കാരിക നഗരി. 15ാമത് അന്താരാഷ്ട്ര ഇറ്റ്ഫോക് നാടകോത്സവം തൃശൂരിൽ നാളെ തുടങ്ങും. വേദി സംഗീത നാടക അക്കാദമിയും രാമനിലയം ക്യാമ്പസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.